പിണറായിയുടെ വീട്ടിലും മറ്റ് വീടുകളിലും റെയ്ഡ് നടത്തുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഈ കേസ് സംബന്ധിച്ച് രാഷ്ട്രീയ പ്രേരിതമാണിതെന്ന് പറയാൻ കാരണം BJP നേരത്തെ തന്നെ രാഷ്ട്രീയമായി എതിരായ അഭിപ്രായം പറയുന്നവരെ ഉന്നം വെക്കുന്ന സമീപനമുണ്ട്. മറ്റ് സ്റ്റേറ്റുകളിലും നമ്മളിത് കണ്ടതാണ്. ഇപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ പലപ്പോഴും പറഞ്ഞു, PD സതീശൻ നമ്മുടെ മുഖ്യമന്ത്രിയും മറ്റുള്ള നേതാക്കന്മാരും എല്ലാം സ്ഥിരമായി പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ED കേസെടുക്കാത്തത്, അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചിരുന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതേസമയത്ത് തന്നെ അവർ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, കേരളത്തിലെ LDF ഈ കേന്ദ്രത്തിലെ BJPയുമായിട്ട് ഒരു ഡീലുണ്ടെന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണല്ലോ വോട്ട് പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു വലിയ ന്യായം. അപ്പോൾ ആ ഡീൽ ആര് തമ്മിലാണെന്ന് വ്യക്തമാക്കുന്ന കാര്യമാണ് ഇപ്പോൾ വന്നത്. നിരന്തരമായി കോൺഗ്രസ് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് ഇപ്പോൾ ഈ കാര്യം സംബന്ധിച്ച് ഇന്നലെ അന്വേഷണം നടക്കുന്ന സമയത്ത് ഇന്നലെ അവർ പറഞ്ഞല്ലോ, ഇന്നലെ കോടതിയിൽ നിന്നും ഏതാ വിധി വന്നതെന്ന് ഞാൻ കരുതുന്നില്ല. കോടതിയിൽ ഏതോ സ്റ്റേ ഉണ്ടായിരുന്നത് മാറിയതൊക്കെ ആയിരിക്കും. കോടതി കിടക്കുന്നതാണ്, പലതവണ അന്വേഷിച്ചിട്ടും കാര്യങ്ങളില്ലാന്നൊക്കെ മനസ്സിലായ കാര്യമാണ്. എന്തായാലും കോൺഗ്രസ് പറഞ്ഞ 2-3 കാര്യങ്ങളാണ് ഇത്. കോൺഗ്രസ് നേരത്തെ പറഞ്ഞിരുന്നു, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് രാഹുൽ ഗാന്ധിയും സംസ്ഥാനത്ത് ശ്രീ PD സതീശനും ഉൾപ്പെടെ ഇത് എന്തുകൊണ്ട് ED കേസെടുക്കുന്നില്ല, കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇത് അവർ നിരന്തരമായി കേരളത്തിൽ ഡീലാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പം മനസ്സിലായി ഡീൽ ആര് തമ്മിലാണെന്ന്. കേരളത്തിൽ 3 സീറ്റിൽ BJP ജയിച്ച അനുഭവമുണ്ട്. സീറ്റുകളിൽ പലയിടത്തും ഇടതുപക്ഷത്തിന് എതിരായിട്ട് BJP കോൺഗ്രസിന് വോട്ട് ചെയ്ത അനുഭവമുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൂട്ടി കാണണം. ഇന്നലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഡൽഹിയിലുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ടിരുന്നു. അവിടെ എന്താ സംസാരിച്ചെന്ന് ആളുകൾക്ക് സ്വാഭാവികമായി സംശയം തോന്നും, ഇന്നത്തെ ദിവസം തന്നെ ഇത് വന്നപ്പോൾ. അപ്പോൾ ഇന്നലെ അവരവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ മുന്നിലുണ്ട്. എന്തായാലും ഇത്തരം ഒരു കാര്യത്തിനകത്ത് രാഷ്ട്രീയമായി EDയെ ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാനും CPMനെയും CPMൻ്റെ നേതാക്കന്മാരെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അത് രാഷ്ട്രീയമാണെന്ന് തിരിച്ചറിയാനുള്ളതുണ്ട്. രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഈ സമയത്ത് ഇങ്ങനെ ചെയ്യുന്നതിന് വേറെ അടിസ്ഥാനമില്ല. നേരത്തെ തൊട്ടേ ഇതിൻ്റെ പല കാര്യങ്ങളും പുറത്തു വന്നതാണ്. എന്തായാലും അത് രാഷ്ട്രീയമായി വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയമായ ആ കാര്യങ്ങൾ ഞങ്ങൾ പറയേണ്ടി വരും. നിയമപരമായ ഒരു കാര്യത്തിനും തടസ്സം നിൽക്കുകയോ അന്വേഷണത്തിന് സഹകരിക്കാതിരിക്കുകയോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കുകയോ ഒന്നും ചെയ്യുന്ന സമീപനം സ്വീകരിച്ചിട്ടുമില്ല. ഇതാണ് പറയാനുള്ളത്. അതല്ല, ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് ഈ കാര്യം തുറന്നു കാണിക്കുക എന്ന് പറഞ്ഞാൽ പ്രതിരോധം തീർക്കുക എന്നുള്ളതല്ല. ജനങ്ങളുടെ മനസ്സിൽ ഈ കാര്യങ്ങൾ എത്തിക്കും, ജനങ്ങളുടെ മനസ്സിൽ ഈ കാര്യങ്ങൾ എത്തും. അവർ നേരത്തെ സഹകരിച്ചിരുന്നതാണ്. അവർ ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചിരുന്നു. എല്ലാ നിയമപരമായ കാര്യങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അങ്ങനൊരു കാര്യം ഉണ്ടാക്കാൻ വന്നപ്പോൾ ഇത് ചെയ്യാൻ അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ തെറ്റാണെന്ന് ജനങ്ങൾ ബോധ്യപ്പെടും. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയുമെന്നാണ് കരുതുന്നത്.